وعن محمود بن لبيد قال خرج النبي صلى الله عليه وسلم فقال محمود بن لبيد رضي الله عنه പറയുകയാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുടെ ഇടയിലേക്ക് വന്നിട്ട് പറഞ്ഞു യാ അയ്യുഹന്നാസ് ഹേ ജനങ്ങളെ ഇയ്യാകും വശിർക്കസ് സറായിർ നിങ്ങൾ സൂക്ഷിക്കണം രഹസ്യമായിട്ടുള്ള ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണം ഖാലു സ്വഹാബികൾ ചോദിച്ചു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ വമാ ശിർക്കുസ് സറായിർ എന്താണ് രഹസ്യമായിട്ടുള്ള ശിർക്ക് قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യഖൂമു റജുലു ഫയുസല്ലി ഒരു വ്യക്തി അവൻ നിസ്കരിക്കാൻ വേണ്ടി നിന്നു ഫയുസയ്യിനു സ്വലാതഹു ജാഹിദൻ ലിമാ യറാ മിൻ നദരി الناس ഇലൈഹി അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ആളുകൾ അവനെ നോക്കുന്നുണ്ട് എന്നവന് മനസ്സിലായപ്പോൾ അവൻ വേണമെന്നുകൊണ്ട് തന്നെ ആ നിസ്കാരം ഒന്ന് നന്നാക്കി ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കലാണ് ശിർക്കുസ് സറായിർ ഫദാലിക ശിർക്കുസ് സറായിർ അതാണ് ശിർക്കുസ് സറായിർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ നമ്മൾ റിയായിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ അതൊരു ചെറിയ കാര്യമാണ് എന്ന നിലക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം പാപങ്ങളെ നമ്മൾ വിചാരിക്കുക, ഇപ്പോൾ മദ്യപാനമോ വ്യഭിചാരമോ കട്ടെടുക്കലോ അങ്ങനെ പാപങ്ങൾ ഗീബത്തോ നമീമത്തോ അങ്ങനെ പാപങ്ങൾ എടുക്കുക, അപ്പുറത്ത് ശിർക്കെടുക്കുക. ഏതാണ് ഗൗരവം? ശിർക്കാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തിന് കീഴിൽ വരാത്ത കാര്യമാണ് ശിർക്കോട് കൂടി മരണപ്പെടുന്ന ഒരു വ്യക്തി. ബാക്കിയുള്ള പാപങ്ങൾ അള്ളാഹുവിന്റെ മശിയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവർക്ക് പുറത്തു കൊടുക്കും, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കും. ഈ ശിർക്കിൽ ഗൗരവം കൂടിയതും കുറഞ്ഞതും അഥവാ ഷിർക്കുൻ അക്ബർ ഷിർക്കുൻ അസ്ഗർ, ആ ഷിർക്കുൻ അസ്ഗറിനാണ് റിയായിൽ എണ്ണീട്ടുള്ളത്. അധിക പണ്ഡിതന്മാരും പറഞ്ഞു അള്ളാഹുവിന്റെ മശിയത്തിന് കീഴിൽ പൊറുക്കൽ ലഭിക്കാതെ അഥവാ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ശിർക്കുൻ അസ്ഗർ ആണെങ്കിലും അത് സംഭവിച്ചവന് ശിക്ഷ അനുഭവിച്ചിട്ടേ സ്വർഗത്തിൽ ഉപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നരകത്തിൽ ഖുലൂദ് ഉണ്ടാവില്ല. ഷിർക്കുൻ അക്ബർ സംഭവിച്ച ആളുകൾക്ക് മാത്രമാണ് നരകത്തിൽ ശാശ്വതമായിട്ടുണ്ടാവുക. ഷിർക്കുൻ അസ്ഗർ സംഭവിച്ചവർക്കും ശിക്ഷ ലഭിക്കും, അതിനുശേഷം മാത്രമേ സ്വർഗപ്രവേശനം ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ അള്ളാഹു പുറത്തു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മറ്റേത് പാപങ്ങളെക്കാളും ഗൗരവമുള്ള കാര്യമാണ് റിയാ എന്നുള്ളത്. പല ആളുകൾക്കും അതിന്റെ ഒരു ഗൗരവം മനസ്സിലാകാറില്ല. അപ്പൊ അത്ര ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെ ഷിർക്കുൻ ഖഫീ എന്ന് ഇന്നലത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഷിർക്കുസ് സറായിർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അടുത്ത ഹദീസ്. وعن محمود بن لبيد أن رسول الله صلى الله عليه وسلم قال إن أخوف ما أخاف عليكم الشرك الأصغر നിങ്ങളിൽ ഞാൻ ഭയപ്പെടുന്ന ഏറ്റവും ഭയപ്പെടുന്ന കാര്യം ഷിർക്കുൽ അസ്ഗർ ആണ്, അത് ചെറിയ ഷിർക്കാണ്. قالوا وما الشرك الأصغر يا رسول الله സ്വഹാബികൾ ചോദിച്ചു എന്താണ് റസൂലേ ഷിർക്കുൽ അസ്ഗർ? قال الرياء നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റിയാ ആണ്, ആളുകളെ കാണിക്കാൻ വേണ്ടി കർമ്മങ്ങൾ ചെയ്യലാണ്. يقول الله عز وجل إذا جزى الناس بأعمالهم അല്ലാഹു തആല ജനങ്ങൾക്ക് പ്രതിഫലം കൊടുക്കുന്ന ആളെ പരലോകത്ത് അല്ലാഹു ഈ റിയാ സംഭവിച്ച ആളുകളോട് അതിൽ നിന്ന് തൗബ ചെയ്യാതെ അങ്ങനെ മരണപ്പെട്ട ആളുകളോട് പറയും ഇദ്ഹബൂ ഇലൽ ലദീന കുൻതും തുറാഊന ഫി ദുനിയ നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ആരെ കാണിക്കാനാണോ നിങ്ങൾ ദുനിയാവിൽ കർമ്മങ്ങൾ ചെയ്തത് അവരുടെ അടുക്കിലേക്ക് പോവുക. ഫൻദുറൂ ഹൽ തജിദൂന ഇൻദഹും ജസാഅൻ എന്നിട്ട് നോക്ക് അവരെന്തെങ്കിലും പ്രതിഫലം തരുന്നുണ്ടോ, അവരെന്താണ് നിങ്ങൾക്ക് പ്രതിഫലം തരുന്നതെന്ന് നോക്കി നോക്കുക എന്ന് പറയും. അഥവാ അവർ കളിയാക്കിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടുള്ളതാണ്. അപ്പൊ ആരെയും കാണിക്കാനോ ആരെങ്കിലും അറിയാനോ ആളുകളുടെ മുമ്പിൽ എന്തെങ്കിലും സ്ഥാനം ലഭിക്കാനോ ഒന്നിനുമാകരുത്. അള്ളാഹുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യേണ്ടത് അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അടുത്ത ഹദീസ് وعن أبي سعيد بن أبي فضالة وكان من الصحابة قال سمعت رسول الله صلى الله عليه وسلم يقول إذا جمع الله الأولين والآخرين ليوم القيامة ليوم لا ريب فيه ഒരു സംശയമില്ലാതെ ഉള്ള അന്ത്യനാളിൽ അള്ളാഹു എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ നാദ മുനാദ് ഒരാൾ വിളിച്ചു പറയും മൻ കാന അശ്റക ഫീ അമലിഹി ലില്ലാഹി അഹദൻ ആരെങ്കിലും അള്ളാഹുവിനെ അവന്റെ കർമ്മങ്ങളിൽ ആരെങ്കിലും പങ്കു ചേർത്തിട്ടുണ്ടെങ്കിൽ ഫലിയത്ലുബ് തവാബഹു മിൻ ഇൻദിഹി അവന്റെ പ്രതിഫലം ആരെയാണോ പങ്കു ചേർത്തത് അവരിൽ നിന്ന് അവൻ തേടട്ടെ. ഫഇന്നല്ലാഹ അഗ്ന അശ്ശുറകാഇ അനി ശിർക്ക് അള്ളാഹു തആല ഒരു പങ്കുകാരനും ആവശ്യമില്ലാത്ത വിധം ഗനിയാണ്, ഐശ്വര്യവാനാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നിലക്കും അള്ളാഹു നമ്മൾ ആലോചിച്ചാൽ മതി, അള്ളാഹു നമുക്ക് റിസ്ക് നൽകുന്നതിലോ നമ്മെ സൃഷ്ടിക്കുന്നതിലോ മറ്റൊന്നിലും അള്ളാഹുവിനൊരു പങ്കുകാരനോ ഒരു സഹായമൊന്നുമില്ല. പിന്നെ അള്ളാഹുവിന് ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹുവിന് പുറമെ ഒരാളെ കാണിക്കാൻ, ആളുകളുടെ ഇടയിൽ സ്ഥാനം കിട്ടാൻ, ആളുകൾ മദ്ഹ് ചെയ്യാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നതോ അള്ളാഹു ആ കർമ്മം സ്വീകരിക്കുകയില്ല. ഇതേ ആശയത്തിലുള്ള ഒരു ഹദീസാണ് وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال الله عز وجل الله تعالى പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ് أنا أغنى الشركاء عن الشرك فمن عمل لي عملا أشرك فيه غيري فأنا منه بريء وهو للذي أشرك الله പറഞ്ഞാൽ أنا أغنى الشركاء عن الشرك ഒരു പങ്കുകാരും ആവശ്യമില്ലാത്ത വിധം
ഖനിയായിട്ടുള്ള നിരാശ്രയനായിട്ടുള്ളവനാണ് ഞാൻ. ആരെങ്കിലും എന്നിൽ എന്തിനെങ്കിലും പങ്കു ചേർത്തിട്ട്, റിയാണ് ഉദ്ദേശം, ആരെങ്കിലും കാണാനോ കേൾക്കാനോ വേണ്ടിയിട്ടൊക്കെ പങ്കു ചേർത്ത് കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് ഒഴിവാണ്. ആ അമലും അള്ളാഹ്ക്ക് വേണ്ട, അവനിൽ നിന്നും അള്ളാഹു ഒഴിവാണ്. അത് ആ പങ്കു ചേർത്തവനാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. പങ്കു ചേർക്കുന്ന ഒരു അവസ്ഥയിൽ അള്ളാഹു ഒരു കർമ്മത്തെ സ്വീകരിക്കൂല. അത് മുഴുവനായിട്ട് ആരെയാണോ പങ്കു ചേർത്തത് അവന് വേണ്ടിയുള്ളതായിട്ട് മാറും. അപ്പൊ ഗൗരവമുള്ള വിഷയമാണ് റിയാ. കാരണം അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സ്വഹാബികൾ പറയുമായിരുന്നു, സ്വഹാബികൾ പറയാണ്, ഞങ്ങൾ റിയാഇനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഷിർക്കുൽ അസ്ഗർ ആയിട്ടാണ് എണ്ണീറ്റുണ്ടായിരുന്നത്. ഷിർക്കിന്റെ ഭാഗമായിട്ടാണ് അവർ റിയാഇനെ കണ്ടിട്ടുണ്ടായിരുന്നത് എന്ന് സ്വഹാബികൾ പറയുന്നത് നമുക്ക് കാണാം.